ബാല്യകാലസഖി 5. സുഹ്റായും മജീദും അക്കൊല്ലം ജയിച്ചു. ഗ്രാമത്തിലെ സ്കൂളിലെ ഒടുവിലത്തെ ക്ലാസ്സിൽ നിന്നാണ്. തുടർന്ന് പട്ടണത്തിലെ ഹൈസ്കൂളിൽ പോയി പഠിക്കാനുണ്ടായിരുന്ന സുഹ്റായുടെ ആഗ്രഹം തകർന്ന ഒരു സംഭവം ഉണ്ടായി. മജീദ് ആദ്യമായി മരണം കണ്ടു. സുഹ്റായുടെ ബാപ്പ മരിച്ചു. അതോടെ അവളും അവളുടെ 2 ഇളയ സഹോദരിമാരും ഉമ്മായും നിരാശ്രയരായി. എല്ലാം കൂടി അവർക്കുണ്ടായിരുന്നത് ഒരു മുറി പുരയിടവും ചെറിയ ഒരു വീടുമാണ്. അടയ്ക്കാ കച്ചവടം മൂലം കിട്ടിയിരുന്ന ലാഭം കൊണ്ടാണ് അവളുടെ ബാപ്പ ആ കുടുംബം പുലർത്തിയിരുന്നത്. വെളുത്ത തൊപ്പിയും ചെമ്മണ്ണു പുരണ്ട മുഷിഞ്ഞ മുണ്ടും അതുപോലത്തെ തോർത്തുമാണ് അദ്ദേഹം ധരിക്കുക. കറുത്ത താടിയുള്ള വെളുത്ത വട്ടമുഖത്തെ കറുത്ത മിഴികൾ പുഞ്ചിരി തൂകുന്നവയായിരുന്നു. മുന്നോട്ട് അല്പം വളവോടെ മടക്കിയ ചാക്ക് കക്ഷത്തിൽ വെച്ച് അദ്ദേഹം നടക്കും. നാട്ടിലുള്ള വീടുകളിൽ നിന്ന് അടയ്ക്ക വാങ്ങിച്ച് ചാക്കിൽ നിറച്ച് കെട്ടി തന്നെത്താൻ ചുമന്നു കൊണ്ടുപോയി പട്ടണത്തിൽ വിൽക്കും. വലിയ സംഭാഷണപ്രിയനാണ്. കണ്ടിട്ടുള്ള രാജ്യങ്ങളിലെ വിശേഷങ്ങളൊക്കെ മജീദിനോട് പറയും. വെളിയിലാണ് യഥാർത്ഥ മുസൽമാന്മാരുള്ളത്. ആ ഗ്രാമത്തിലുള്ളവരോ അന്ധവിശ്വാസികൾ, ഹൃദയകാഠിന്യമുള്ളവരും. നല്ലവരെ കാണണമെങ്കിൽ വെളിയിൽ പോകണം. ഇവിടെയുള്ളവര് കരുതണത് ഇവര് മാത്രമാ ശരിയായ ഇസ്ലാമിങ്ങള്. അറിവില്ലാത്തതിന്റെ ഒറ്റ ദൂഷ്യം, പടച്ചോൻ വേണ്ടിയെ വെച്ച് നിങ്ങളൊക്കെ പഠിച്ചു വലുതായി വരുമ്പോ ഈ സ്ഥിതിയൊക്കെ പോകും. സുഹ്റായെ വലിയ പരീക്ഷകൾ പാസ്സാക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ അദ്ദേഹം പറയും, അവളു വലിയ ഉദ്യോഗം ഭരിക്കുമ്പോ ഞമ്മളെയൊക്കെ മറക്കും. അതെന്റെ ബാപ്പ ആണെന്ന് പറയാൻ അവക്ക് വലിയ നാണായിരിക്കും. അതു ശരിയാണ്, മജീദ് കള്ളനോട്ടത്തോടെ പറയും. സുഹ്റാ വലിയ അന്തസ്സുകാരിയാ. അപ്പോൾ സുഹ്റ വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് കണ്ണുകൾ മിഴിച്ച് പല്ലുകൾ ഞെരിച്ച് അല്പം രൂക്ഷത പ്രദർശിപ്പിച്ചിട്ട് ശബ്ദമുണ്ടാക്കാതെ പറയും, ഇമ്മിണി വല്യ ഒന്ന്. അതുപോലുള്ള സന്ദർഭങ്ങളിൽ മജീദ് അവളെ ശിക്ഷിക്കും. അതൊരു പ്രത്യേക തരത്തിലാണ്. അവന്റെ പക്കൽ എപ്പോഴുമുള്ള റബ്ബർ തെറ്റാലിയിൽ മടിയിൽ നിന്ന് ഒരു ചെറിയ ഉരുളൻ കല്ലെടുത്തു വെച്ച് സുഹ്റായുടെ കണങ്കാൽ നോക്കി പതുക്കെ ഒന്ന് വലിച്ചുവിടും. ഉന്നം പിഴയ്ക്കാറില്ല. കണങ്കാലിൽ കൊണ്ടു കഴിയുമ്പോൾ അവൻ പറയും, ആ കതകിൽ പറ്റിയിരുന്ന ചുണ്ണാമ്പിൽ തന്നെ ഞാൻ കൊള്ളിച്ച്. സുഹ്റ അനങ്ങുകയില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് 1-2 തുള്ളി കണ്ണുനീർ അടർന്നു വീഴും, അത്രമാത്രം. അതൊന്നും കാണാത്ത സുഹ്റായുടെ അമ്മ മജീദിനോട് പറയും, നീ ഈ ഉന്നം നോക്കി നോക്കി ഞങ്ങളുടെ കലവും ചട്ടിയും ഒക്കെ പൊട്ടിച്ചു തീർക്കും. മജീദേ, നിങ്ങളെപ്പോലെ മുതലുണ്ടോ ഞങ്ങൾക്ക്? ഓ, ഞാൻ ഇനി ഉന്നം നോക്കാൻ വരുന്നില്ല. ഞാൻ ഈ രാജ്യത്ത് നിന്നൊക്കെ ദൂരെ ദൂരെ പോകാൻ പോകുകയാണ്. എവിടെ? 6 മാസത്തെ വഴിക്കപ്പുറത്ത്. എന്നിട്ട്? സുഹ്റ പറയും, സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് പോരും. അതാണ് മജീദിനെ പറ്റിയുള്ള സുഹ്റായുടെ അഭിപ്രായം. സുഹ്റായെ പറ്റിയുള്ള മജീദിന്റെ അഭിപ്രായം അങ്ങനെയല്ല. എന്നിട്ട് ഞാൻ നാടൊക്കെ ചുറ്റി മടങ്ങി വരുമ്പോൾ സുഹ്റ വലിയ ഉദ്യോഗസ്ഥയായിരിക്കും. അപ്പോൾ ഈ ശ്രീമതി എന്നെ കണ്ടാൽ കണ്ടിട്ടുള്ള ഭാവം പോലും കാണിക്കയില്ല. വിദൂരവും സംതൃപ്തവുമായ ഭാവിയെ കണ്ടിട്ടെന്ന പോലെ നേരിയ മന്ദഹാസത്തിന്റെ ഉദയം അവളുടെ മുഖത്തുണ്ടാവും. വളരെ ആലോചനയ്ക്കു ശേഷം അവൾ പറയും, ചെറുക്കനല്ലേ പഠിച്ചു പഠിച്ചു വലിയ ഉദ്യോഗസ്ഥനാവൻ പോകുന്നത്, ഞങ്ങൾക്ക് പണമില്ലല്ലോ. സുഹ്റായുടെ ബാപ്പ പറയും, പണമൊക്കെ ഞമ്മക്ക് അല്ലാഹു തരും. ഞമ്മക്ക് 3 പേർക്കും കൂടെ ഒന്നിച്ചു പോരാം പട്ടണത്തിലെ പള്ളിക്കൂടത്തിന്ന്. ഞാൻ അടയ്ക്കാ വിറ്റേച്ച് ദേവസ്വം പള്ളിക്കൂടത്തിന്റെ ബാതുക്ക വന്നു നിന്നോളാം. പക്ഷെ അതിനു തരപ്പെട്ടില്ല. അദ്ദേഹം മഴ നനഞ്ഞു വന്ന് 2-3 ദിവസം പനിയായിട്ട് കിടന്നു. 3-ാം ദിവസം സന്ധ്യയ്ക്ക് മരിച്ചു. മരണശയ്യയ്ക്കടുത്ത് മജീദും ഉണ്ടായിരുന്നു. കെട്ടുപോയ വിളക്കിന്റെ പുക പിടിച്ചു കറുത്ത ചിമ്മിനി പോലെ ആ മിഴികൾ രണ്ടും. വെളിച്ചവും ചൂടും പോയ അനക്കമില്ലാത്ത ആ ശരീരം. പിറ്റേ ദിവസമാണ് മയ്യത്ത് മറവു ചെയ്തത്. അന്നു സന്ധ്യയ്ക്ക് സുഹ്റായെ പ്രതീക്ഷിച്ച് പതിവ് പോലെ മജീദ് മാവിൻചുവട്ടിൽ നിൽക്കുകയായിരുന്നു. അവൾ ദുഃഖഭാരത്തോടെ സാവധാനം മജീദിന്റെ അടുത്തു വന്നു. മജീദ് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുപോയി. മജീദിന് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. അവന്റെ കണ്ണീർ കണങ്ങൾ അവളുടെ മൂർധാവിലും അവളുടേത് അവന്റെ നെഞ്ചിലും വീണ് ഒഴുകിക്കൊണ്ടിരുന്നു. ആ സമയത്ത്
ഇരുണ്ട തെങ്ങുകൾക്കുമീതെ നീലാകാശത്ത് ചന്ദ്രക്കല തെളിഞ്ഞു നിന്നിരുന്നു. ബാല്യകാല സഖി 6. സുഹ്റ അവളുടെ വീടിന്റെ വാതിൽക്കൽ നിന്ന് മജീദിനെ അവന്റെ ബാപ്പ പട്ടണത്തിലെ ഹൈസ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്നത് കണ്ടു. 2 പേർക്കും കുടയുണ്ട്. മജീദിന്റേത് പുതിയത്, അവന്റെ ഷർട്ടും മുണ്ടും തൊപ്പിയും പുതിയത്. ഗ്രാമവീഥിയിലൂടെ അവർ പോയി ദൂരെ മറയുന്നത് അവൾ കണ്ടു. അന്നു സന്ധ്യയ്ക്ക് സ്കൂളിൽ നിന്നും മടങ്ങി വന്ന മജീദ് മാവിൻചുവട്ടിൽ ഹാജരായി. നല്ല മണമുള്ള പുതിയ പാഠപുസ്തകം അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഉത്കണ്ഠയോടെ ഓടിവന്ന സുഹ്റായെ അഭിമാനപൂർവം അവൻ അത് കാണിച്ചു. പടം വളരെയുണ്ട്. അവൾ അത് വാങ്ങി മറിച്ചു മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. മജീദ് മൈലുകൾക്കപ്പുറത്തുള്ള പട്ടണത്തിലെ അദ്ഭുത കാഴ്ചകളെ വർണ്ണിച്ച് ഒടുവിൽ സ്കൂളിനെ പറ്റി പറഞ്ഞു. പട്ടണത്തിന്റെ ഒത്ത നടുക്ക് വെള്ള തേച്ച് ഓടുമേഞ്ഞ 7 വലിയ കെട്ടിടങ്ങൾ. ഇവിടുത്തെ പള്ളിക്കൂടം പോലെയല്ല, വലിയ ഒരു തോട്ടം. എന്തെല്ലാം തരം ചെടികൾ ഉണ്ടെന്നോ! ഞാൻ അതിന്റെ എല്ലാം അരി കൊണ്ടുവരും. പിന്നെ കളിക്കാനുള്ള സ്ഥലം. ഓ, ഒന്ന് കാണേണ്ടതാണ്. മജീദ് തുടർന്നു. കുട്ടികൾ എത്രയുണ്ടെന്നോ! കണക്കില്ല. ഹെഡ്മാസ്റ്റർ സ്വർണ്ണക്കണ്ണടക്കാരനായ ഒരു തടിയൻ. കയ്യിൽ ചൂരൽ എപ്പോഴുമുണ്ട്. പിന്നെ എന്റെ സാറിന് കണ്ണ് ഒന്നേയുള്ളൂ. ഞങ്ങളുടെ ക്ലാസ്സിൽ 42 കുട്ടികളുണ്ട്. അതിൽ 14 പെൺകുട്ടികൾ. ഉൾക്കത്തലോടെ മജീദ് പെട്ടെന്ന് നിർത്തി. സുഹ്റായുടെ കണ്ണുനീർ പുസ്തകത്തിൽ. സുഹ്റ, മജീദ് വിളിച്ചു. കണ്ണുനീരിന്റെ ഹേതു എന്തെന്ന് അവന് മനസ്സിലായില്ല. കരയുന്നതെന്തിന്? മജീദ് വീണ്ടും വീണ്ടും ചോദിച്ചു. ഒടുവിൽ അവൾ മുഖമുയർത്തി പതുക്കെ പറഞ്ഞു, എനിക്കും പഠിക്കണം. സുഹ്റായ്ക്കും പഠിക്കണം. റബ്ബേ, അതിന് എന്തു വഴി? മജീദ് ചുഴിഞ്ഞു ചിന്തിച്ചു. ചീവീടു കരയുന്നതുപോലുള്ള ശബ്ദം അവന്റെ തലയ്ക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവസാനം വഴിയുണ്ടായി. മജീദ് പറഞ്ഞു, ഞാൻ പഠിക്കുന്നത് ദിവസവും സുഹ്റായ്ക്ക് പറഞ്ഞു തരാം. അങ്ങനെ സമ്മതിച്ചു പോന്നെങ്കിലും അതിനേക്കാൾ ഉത്തമമായ മാർഗം മജീദ് കണ്ടുപിടിച്ചു. മജീദിന്റെ വീട്ടിൽ ധാരാളം സ്വത്തുണ്ടല്ലോ. സുഹ്റായെയും കൂടി പള്ളിക്കൂടത്തിൽ അയച്ചു പഠിപ്പിച്ചാൽ എന്താണ്? ബാപ്പായോട് പറയാൻ പേടി. ഉമ്മായോട് പറയാം. അവൻ ഉറച്ചു. ബാപ്പ ആൾ സ്നേഹസമ്പന്നനാണ്, ലേശം മുൻകോപിയും. താൻ പറയുന്നത് മനസ്സിലായോ? ഇല്ല എന്ന് കൂട്ടിച്ചേർക്കും. അന്നു രാത്രി ഊണ് കഴിഞ്ഞ് ബാപ്പ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുകയായിരുന്നു. ഉമ്മ അടയ്ക്ക നുറുക്കിക്കൊണ്ടിരുന്നു. പതറുന്ന ഹൃദയത്തോടെ മജീദ് ഉമ്മായുടെ അടുത്തു ചെന്നിരുന്ന് പതുക്കെ വിളിച്ചു, ഉമ്മാ. മാതാവ് വാത്സല്യപൂർവ്വം ചോദിച്ചു, എന്താ മോനെ? മജീദൻ പതുക്കെ പറഞ്ഞു, നമുക്ക് ആ സുഹ്റായെയും പഠിപ്പിച്ചാൽ എന്താ? കുറെ സമയത്തേക്ക് ആരും ഒന്നും പറഞ്ഞില്ല. ബാപ്പ വെറ്റില മടക്കി ചുരുട്ടി വായിൽ വെച്ച് നുറുക്കിയ അടക്കയും വായിലിട്ട് ചവച്ചു. എന്നിട്ട് തങ്കം പോലെ പ്രകാശിച്ചുകൊണ്ടിരുന്ന പിച്ചളച്ചല്ലത്തിൽ നിന്ന് വെള്ള ഡപ്പിയെടുത്ത് തുറന്നു. രൂക്ഷമായ ഒരു സുഗന്ധം അവിടെയെങ്ങും വ്യാപിച്ചു. ഇടിച്ചുകൂട്ടിയ പുകയില കൈവെള്ളയിൽ ആക്കി വായിലിട്ടു. മോണയിലേക്ക് നീക്കി. എന്നിട്ട് മുറ്റത്തേക്ക് നീട്ടിയൊന്ന് തുപ്പി. ഇതിലോട്ട് തുപ്പിയാ പോരെ? ഉമ്മ കോളാമ്പി നീക്കി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു. ആ ചെടിയുടെ ഇലയിലൊക്കെ ചോര പോലെ കിടക്കും. അമന്റെ ഉമ്മാടെ ചെടി എന്ന് പരിഹാസത്തോടെ പറഞ്ഞിട്ട് ബാപ്പ ചാരുകസേരയിൽ മലർന്നു. പകലിനേക്കാൾ പ്രകാശമേറിയ ശരറാന്തലിന്റെ ഉഗ്രമായ വെളിച്ചത്തിൽ ബാപ്പായുടെ ഫ്ലാനൽ ഷർട്ടിന്റെ പൊൻകുടുക്കുകൾ മഞ്ഞളിച്ചു തിളങ്ങി. കറുത്ത പുരികക്കുടികൾ ഉയർന്നു. തവിട്ടു നിറത്തിലുള്ള തോലുപോലെ മിനുത്ത നെറ്റി ചുളിഞ്ഞു. സ്വർണക്കണ്ണടയുടെ വട്ടച്ചിലിലൂടെ ബാപ്പ നോക്കി മജീദിനെ പറ്റിയുള്ള അഭിപ്രായം രേഖപ്പെടുത്തി. എടീ, ഇവൻ എവിടെയെങ്കിലും പോയിക്കോട്ടെ, രാജ്യമൊക്കെ ഒന്ന് ചുറ്റിയിട്ടെ. ഞമ്മളെപ്പോലത്തെ ലോഹരൊക്കെ കഴിയണത് എങ്ങനെ നീവനൊന്ന് പഠിക്കട്ടടി. മനസ്സിലായോ? ഇല്ല. ഇങ്ങി തുടങ്ങി. എന്തെങ്കിലും മുണ്ടിപ്പോയ ഉടനെ പൊക്കോ, രാജ്യം വിട്ടോ. എന്നാലും എന്തിനാ ഇതെന്നും പറയണത്? എടീ, ഇവന് ബുദ്ധിയില്ല. മറ്റുള്ളവർക്ക് ഇത്തിരി ബുദ്ധിയുണ്ട്. ഉമ്മായുടെ ഒരു മുള്ളുവാക്ക് ബാപ്പ വിടുമോ? എടീ, ഇവന് കിട്ടിപ്പോയത് നിന്റെ ബുദ്ധിയാ, മനസ്സിലായോടി? ഇല്ല. ഓ, ഇപ്പ ആയപ്പ എന്റെ ബുദ്ധിക്ക് വലിയ കുറ്റം. റബ്ബിന്റെ വേണ്ടിയാ. എടീ, അല്ലെങ്കിൽ ഇവൻ ഇത് തോന്നുവോ? എടീ, എന്റെ അനിശന്മാർക്ക് എല്ലാം കൂടെ 26 മക്കള്.
നിന്റെ അനുഷന്മാർക്കും അനുഷത്തിമാർക്കും എല്ലാം കൂടെ ബഗന്ത പോലെ 41 എണ്ണം. എടി, അതെല്ലാം കൂടെ ഇവിടെ വന്ന് ചോറ് തിന്നുമ്പോ ഞാൻ വല്ലതും പറയണോണ്ടോടി? ഇല്ല. എന്റെ ബദരീങ്ങളെ, എന്തൊരു പങ്കപ്പാടാണിത്! എടി, നീ 1000 ബദരീങ്ങളെ വിളി, എന്നാലും അനക്ക് ബുദ്ധി ഉണ്ടാകുവോ? ഇല്ല. ഞാൻ പറയണത് നിനക്ക് മനസ്സിലാകുവോ? ഇല്ല. എന്നാ പിന്നെ എഴുതി കാണീര്. എഴുത്തറിയാൻ വയ്യാത്ത ഉമ്മ പറഞ്ഞു. അത് കേട്ട് ബാപ്പ പൊട്ടിച്ചിരിച്ചു. ഉമ്മായുടെ വെളുത്ത കുപ്പായത്തിൽ ചെമന്ന തുപ്പൽ തുള്ളികൾ നിറഞ്ഞു. പോടി അപ്പുറത്ത്, ബാപ്പ ആജ്ഞാപിച്ചു. പോയി നിന്റെ കുപ്പായം മാറ്റിക്കൊണ്ടുവാ, മനസ്സിലായോടി? ഇല്ല. ഉമ്മ പോയി കുപ്പായം മാറി വേറൊന്ന് ധരിച്ചിട്ട് വന്നു. ബാപ്പ തുടർന്നു. എയ്ത്ത്. എടി, നിന്റെ ബാപ്പ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എടി, നിന്റെ ആങ്ങളമാര് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഉമ്മ വിടുമോ? ഓ, നിങ്ങളുടെ എല്ലാരും ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അതിന് ബാപ്പ വളരെ സമയത്തേക്ക് ഒന്നും പറഞ്ഞില്ല. ബാപ്പ എഴുത്ത് പഠിച്ചിട്ടില്ല. ബാപ്പായുടെ ബാപ്പായും ബാപ്പായുടെ ഉമ്മായും എഴുത്ത് പഠിച്ചിട്ടില്ല. അത് ഉമ്മ ഓർമ്മിപ്പിച്ചത് കാരണം ബാപ്പായ്ക്ക് ദേഷ്യം വന്നു. അധികം പറഞ്ഞാലുണ്ടല്ലോടി, ബാപ്പ ഗർജിച്ചു. നിന്റെ ശംഖ് ഞാൻ ചവിട്ടി വെള്ളമാക്കും, മനസ്സിലായോടി? ഇല്ല. അതിന് ഉമ്മ എന്തെങ്കിലും സമാധാനം പറഞ്ഞാൽ ഉടനെ വഴക്കുണ്ടാകുമായിരുന്നു. ചെല്ലമെടുത്ത് മുറ്റത്തേക്കെറിയും, ഉമ്മായെ അടിക്കും, മജീദിനെ അടിക്കും, മജീദിന്റെ സഹോദരിമാരെ അടിക്കും. മാത്രമല്ല, മജീദിന്റെ ചെടികൾ മുഴുവൻ വലിച്ചു പിഴുതു കളയും. അതുകൊണ്ട് ഉമ്മ ഒന്നും സമാധാനം പറഞ്ഞില്ല. ഉമ്മ ഒന്നും പറയാത്തത് കൊണ്ട് ബാപ്പ ചോദിച്ചു, എന്താടി, നാവിറങ്ങിപ്പോയോ? ഇല്ല. ഉമ്മ വളരെ ശാന്തതയോടെ ചോദിച്ചു, ഇതൊക്കെ എന്തിനാ പറയണത്? മജീദ് ഒന്ന് ചോദിച്ചു പോയി. റബ്ബിന്റെയും നേർച്ചക്കാരുടെയും ബേണ്ടിയ കൊണ്ട് നമ്മക്ക് വേണ്ടിയോളം മുതലുണ്ടല്ലോ. ഇപ്പൊ ആ സുഹറാടെ ബാപ്പ മരിച്ചുപോയി. ഇപ്പൊ അതുങ്ങക്ക് ആരുമില്ല. ഞമ്മക്ക് അവളെ പഠിപ്പിച്ചാലെന്താ? മജീദ് ഉത്കണ്ഠയോടെ കാത്തിരുന്നു. ഉമ്മായുടെ കഴുത്തിലെയും കാതിലെയും സ്വർണാഭരണങ്ങൾ തിളങ്ങി. ഉണ്ടടി, ഞമ്മക്ക് വേണ്ടിയോളം മുതലുണ്ട്. നിന്റെ ബാപ്പ സമ്പാദിച്ചു തന്നതോ അതോ നിനക്ക് സീതനം കിട്ടിയതോ? തുടങ്ങി സിറീതനം. ചുമ്മാ കെട്ടിക്കൊണ്ടു പോന്നതല്ലേ. എണ്ണിക്കൊണ്ടേ 1000 രൂപായും പിന്നെ കൈത്തേലും കാതേലും കയ്യേലും കാലയിലും പിന്നെ അരയിലുമേ നിറച്ചു പൊന്നും തന്നതേ മറന്നുപോയോ? ബാപ്പ മീശ പിരിച്ചു. അവിടെ 1000 തൊലിഞ്ഞ രൂപ. എടീ, നിന്നോളം തൂക്കത്തി രൂപ കൊടുത്താലും നിന്നെ പോലത്തെ ബുദ്ധിയില്ലാത്തതിനെ വല്ലോരും കെട്ടുപോടി? ഇല്ല. എന്നാ ഇനി ബുദ്ധിയുള്ളതിനെ പോയി കെട്ട്. കെട്ടുമെടീ, കെട്ടും. എന്നെ പോലത്തെ യോഗ്യതയുള്ള ആണുങ്ങൾക്ക് 1000 അല്ലേടി, 10,000 തരാൻ ആളുണ്ട്, മനസ്സിലായോടി? ഇല്ല. ഉമ്മ അതിനൊന്നും പറഞ്ഞില്ല. വേണമെങ്കിൽ ബാപ്പാക്ക് എത്ര എണ്ണത്തിനെങ്കിലും കെട്ടാം. ഉമ്മ ഒന്നും പറയാത്തത് കൊണ്ട് ബാപ്പാക്ക് ശുണ്ഠി വന്നു. അവള് പറഞ്ഞ കേട്ടാ, ഞമ്മക്ക് വേണ്ടിയുള്ള മുതലുണ്ടെന്ന്. അത് ഒറ്റ കാശിന് പോലും മുതലില്ല എന്ന ഭാവത്തിലാണ്. മജീദിന് സത്യം അറിയാമായിരുന്നു. ആ നാട്ടിലേക്ക് ഏറ്റവും അധികം സ്വത്തുള്ളത് ബാപ്പായ്ക്കാണ്. ഓരോ പ്രാവശ്യവും ഇടിക്കുന്ന തേങ്ങ പറമ്പുകളിൽ മല പോലെ കിടക്കും. ഓരോ പ്രാവശ്യവും കൊയ്തു മെതിച്ചു കൊണ്ടുവരുന്ന നെല്ല് ഇടാൻ സ്ഥലം പോരായിരുന്നു. അതിനുമൊക്കെ പുറമെ തടി കച്ചവടത്തിൽ മികച്ച ലാഭം കിട്ടിക്കൊണ്ടുമിരുന്നു. ഒരിക്കൽ തടി വിറ്റുകൊണ്ടുവന്നത് മുഴുവൻ കുതിരപ്പവനായിരുന്നു. അത് വെള്ളക്കടലാസിൽ കുന്നുപോലെ ചൊരിഞ്ഞിട്ട് ശരറാന്തലിന്റെ മുമ്പിൽ വെച്ച് ബാപ്പ എണ്ണി എണ്ണി അട്ടിവെച്ച് മടിശീലയിൽ കെട്ടി പെട്ടിയിൽ വെച്ച് പൂട്ടി. പൂട്ടുന്നതിന് മുമ്പ് മജീദ് അത് വാരി വാരി കളിച്ചു. അതിന്റെ മഞ്ഞദ്യുതിയും മന്ത്രരവവും മജീദിന് വിസ്മരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ധനികരായവർക്ക് ഈ ഒരു സാധു ബാലികയെ പഠിപ്പിച്ചുകൂടെ? ഉമ്മ പറഞ്ഞു. ഇല്ലെന്ന് പറയല്ലേ, ഞമ്മക്കുണ്ടല്ലോ. ഈ നാട്ടിലുള്ളവരെ കാണെ സ്വത്ത് ഞമ്മക്കില്ലേ? മജീദിന്റെ അത്ര അല്ലേ ആകുള്ളൂ ആ സൊഹറാനെയും പഠിപ്പിച്ച? ബാപ്പാക്ക് ദേഷ്യം വന്നു. എടീ, നിനക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ പറഞ്ഞാ നിനക്ക് മനസ്സിലാകുവോ? ഇല്ല. എടീ, നിന്റെയും എന്റെയും ചോരയെ പെട്ടത് എല്ലാം കൂടെ എത്ര ഉണ്ടെന്ന് അറിയാവോടി? ഇല്ല. 26ഉം 41ഉം എത്രയെന്ന് അറിയാവോടി? ഇല്ല. ഉമ്മ ചോദിച്ചു. എത്രയടാ മജീദേ? മജീദിന്റെ തലച്ചോറ് വിയർത്തുപോയി. ഭയങ്കര കണക്കാണ്. അവൻ കടലാസും പെൻസിലും എടുക്കാൻ ഓടി.
ഏറ്റവും പരിഹാസപരമായ ഒരു ചിരി ബാപ്പ ചിരിച്ചു. അതേ പോണേടി നിന്റെ ബുദ്ധി. മജീദ് കടലാസും പെൻസിലും കൊണ്ടുവന്ന് 26ന്റെ അടിയിൽ 41 എഴുതി. എന്നിട്ട് വിയർത്ത് കുളിച്ച് അവൻ കൂട്ടുവാൻ തുടങ്ങി. അപ്പോൾ ചിരിച്ചുകൊണ്ട് ബാപ്പ പറഞ്ഞു, എടീ 67. അപ്പോഴേക്കും മജീദും കൂട്ടിക്കഴിഞ്ഞിരുന്നു. ശരിയാണ്, 67. മജീദ് സമ്മതിച്ചു. ബാപ്പ ഗർജിച്ചു. എടീ, ബാപ്പ തുടർന്നു, ആ സൊഹറ നല്ല പെണ്ണാ, മിടുക്കത്തിയാ. എന്നാലും അവളെ ഞമ്മള് പഠിപ്പിക്കണമെങ്കിൽ 67 എണ്ണത്തിനെയും പഠിപ്പിക്കണം. അതിനും മാത്രം മുതല് ഞമ്മക്കൊണ്ടോടി? ഉമ്മ ഒന്നും പറഞ്ഞില്ല. അമൻ പോയില്ല അപ്പുറത്ത്. മജീദിനെ നോക്കി ബാപ്പ വീണ്ടും പറഞ്ഞു, പോടാ. മജീദ് വിഷാദത്തോടെ പോയി. അവൻ ജനലിങ്കൽ നിന്ന് ഇരുളിലൂടെ സുഹ്റായുടെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ കൈകളിൽ മുഖം താങ്ങിക്കൊണ്ട് മണ്ണെണ്ണ വിളക്കിന്റെ മഞ്ഞ തീനാളത്തിൽ നോക്കി ചിന്താമഗ്നയായി വരാന്തയിൽ ഇരിക്കുകയാണ് സുഹ്റ. എന്തിനെപ്പറ്റിയാണ് അവൾ ചിന്തിക്കുന്നത്? ബാല്യകാലസഖി 7. സുഹ്റായുടെ ജീവിതം ഉദ്ദേശമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. മിക്ക സമയവും മജീദിന്റെ വീട്ടിലാണ് അവൾ. എല്ലാവർക്കും അവളോട് സ്നേഹമാണ്. എങ്കിലും അവളുടെ മുഖത്ത് എപ്പോഴും ഒരു വിഷാദഭാവമുണ്ടായിരുന്നു. ഒന്നുകൊണ്ടും വ്യസനിക്കരുതെന്ന് മജീദിന്റെ ഉമ്മ എപ്പോഴും അവളോട് പറയും. എനിക്ക് വ്യസനമൊന്നുമില്ല, മന്ദഹാസപൂർവം സുഹ്റ പറയും. എങ്കിലും അവളുടെ സ്വരത്തിലെ ശോകധ്വനി മായ്ക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അത് മജീദിനെയും വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ പറയും, പണ്ടത്തെ മാതിരിയുള്ള സുഹ്റായുടെ ഒരു ചിരി കേൾക്കാൻ കൊതിയാവുന്നു. അവൾ പറയും, ഞാൻ പണ്ടത്തെ മാതിരിയല്ലേ ചിരിക്കുന്നത്? അല്ല, ഇപ്പോഴത്തെ ചിരിയിൽ കണ്ണുനീരുള്ളത് പോലെ. ഓ, അത് ഞാൻ വളർന്നു പോയിട്ടായിരിക്കാം. ഒട്ടുകഴിഞ്ഞ് നാം വളരേണ്ടായിരുന്നു. വളർന്നു പോയത് കൊണ്ടാണോ ദുഃഖവും ആഗ്രഹങ്ങളും ഉണ്ടായത്? അവർ കുഞ്ഞുങ്ങളായിരുന്നു. അവർ അറിയാതെ അവർ വളർന്നുപോയി. മാറും തലയും വളർന്ന ഒരു യുവതിയായി സുഹ്റ. മജീദ് പൊടിമീശക്കാരനായ ഒരു യുവാവും. സുഹ്റായ്ക്ക് അവളുടെ ഭാവിയെപ്പറ്റി വളരെ ആശങ്കകളുണ്ട്. സഹോദരിയും മാതാവും അവളും അനാഥരാണ്. പിതാവിന്റെ മരണശേഷം ആ കുടുംബത്തിന്റെ ഭാരം അവളിലാണ് വന്നു ചേർന്നത്. അവൾക്ക് 16 വയസ്സേയുള്ളൂ, പെൺകുട്ടി തന്നെ. എങ്കിലും അവൾ ആ കുടുംബത്തെ സംരക്ഷിക്കണം. എത്ര കാലമാണ് മജീദിന്റെ ഉമ്മായിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിക്കുക? മറ്റുള്ളവരുടെ സന്മനോഭാവത്തിന് കീഴിൽ ജീവിക്കുക? അവിടെ മജീദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ അവൾക്ക് വിഷമമില്ലായിരുന്നു. മജീദിന്റെ ബാപ്പയോടോ ഉമ്മയോടോ സഹോദരികളോടോ സുഹ്റായ്ക്ക് വഴക്കില്ല. എങ്കിലും മജീദിനോടുള്ള എന്തോ ഒന്ന് മറ്റുള്ളവരോടില്ല. മജീദ് അവളുടെ മുമ്പിലുള്ളപ്പോൾ ഒന്നുമില്ല, ഇല്ലാത്തപ്പോഴാണ് വിഷമം. മജീദ് കാലത്തെ സ്കൂളിലേക്ക് പോയാൽ വൈകുന്നേരം മടങ്ങി വരുന്നതുവരെ അവൾക്കൊരു പരിഭ്രമമാണ്. മജീദിന് എന്തെങ്കിലും സുഖക്കേട് വന്നാൽ അവൾക്ക് ഉറക്കമില്ല. എപ്പോഴും മജീദിന്റെ അടുത്തിരിക്കണം, രാപ്പകൽ ശുശ്രൂഷിക്കണം. അവളുടെ ആഗ്രഹാനുസരണമെന്നോണം ആയിടെ ഒരു സംഭവമുണ്ടായി. മജീദിന്റെ വലതുകാലിൽ വിഷക്കല്ലു കാച്ചി. ടൗണിലെ ഹൈസ്കൂളിൽ പഠിക്കാൻ പോയതിന്റെ 4ാമത്തെ കൊല്ലം. സ്കൂളിൽ നിന്ന് വരുന്ന വഴി കാലിന് വേദന തോന്നി. ഒക്കെയാണ് മജീദ് വീട്ടിൽ വന്നു കയറിയത്. പിറ്റേ ദിവസം കാലിൽ അടിഭാഗത്ത് പഴുപ്പ് കണ്ടു. ദേഹമാകെ ചുളുചുളുപ്പും വേദനയും. മജീദ് കട്ടിലിൽ കിടന്ന് ഞരങ്ങും. എല്ലാവരും പറഞ്ഞു, കുരു പൊട്ടിയാൽ വേദന ശമിക്കും. പക്ഷെ ആള് അടുത്തു ചെന്നാൽ മജീദ് വാവിട്ടു കരയും. അവിടെ എപ്പോഴും ആൾക്കൂട്ടമാണ്. സുഖക്കേട് അറിയാൻ വരുന്നവരുടെ ബഹളം ഒഴിഞ്ഞ അപൂർവ അവസരങ്ങളിൽ സുഹ്റ മുറിയിൽ കയറി മജീദിന്റെ കാൽക്കൽ ചെന്ന് പഴുത്ത സ്ഥലത്ത് ഊതിക്കൊണ്ടിരിക്കും. പഴുത്ത വലിയ മഞ്ഞ പേരയ്ക്കാ പോലെ കാലിനുള്ളിൽ മുഴച്ചു വീർത്ത് നിൽക്കുകയാണ്. അതിന്റെ വേദന മജീദിന് സഹിക്കാൻ കഴിഞ്ഞില്ല. സുഹ്റ, ഞാൻ മരിച്ചു പോകും, മജീദ് സങ്കടത്തോടെ കരഞ്ഞു. അതിന് എന്താണ് ചെയ്യേണ്ടത്? അവൾക്ക് രൂപമുണ്ടായില്ല. കരച്ചിൽ വന്നു. അവൾ മജീദിന്റെ വലതുകാലടി കവിളിൽ ചേർത്തു പിടിച്ചു. ഉള്ളം കാലിൽ ഗാഠമായി ഒന്ന് ചുംബിച്ചു. ആദ്യത്തെ ചുംബനം. അവൾ എഴുന്നേറ്റു ചെന്ന് ചൂടുപിടിച്ച നെറ്റിയിൽ തടവിക്കൊണ്ട് മജീദിന്റെ മുഖത്തേക്ക് കുനിഞ്ഞു. അവളുടെ മുടിക്കെട്ടഴിഞ്ഞ് മജീദിന്റെ നെഞ്ചിൽ വിതറി വീണു. അവളുടെ നിശ്വാസം അവന്റെ മുഖത്ത് സ്പർശിച്ചു. അവളുടെ ആകെയുള്ള മണം. ഒരു വൈദ്യുത ശക്തി നാഡീഞരമ്പുകളെ വിറപ്പിച്ചുകൊണ്ടിരുന്നു. കാന്തത്താൽ ആകർഷിക്കപ്പെട്ടതുപോലെ മജീദിന്റെ മുഖം ഉയർന്നു. കൈകൾ രണ്ടും അവളുടെ കഴുത്തിനെ വലയം ചെയ്തു.
അവളെ അവൻ നെഞ്ചോട് ചേർത്തമർത്തി. അവളെ അവനിലേക്ക് ആവാഹിച്ചു. സുഹ്റാ, ഹെന്റെ. സുഹ്റായുടെ ചുവന്ന ചുണ്ടുകൾ മജീദിന്റെ ചുണ്ടിൽ അമർന്നു. ജീവിതാരംഭത്തോടെ ഉള്ളതെങ്കിലും അന്ന് ആദ്യമായി ഉണർന്ന വികാരങ്ങളോടെ അവർ അന്യോന്യം ഒട്ടിച്ചേർന്നു. ആയിരം ചുംബനങ്ങൾ അർപ്പിച്ചു. കണ്ണുകൾ, നെറ്റി, കവിൾത്തടങ്ങൾ, കഴുത്ത്, നെഞ്ച് ആകെ വിറച്ചു. സുഖകരമായ ഒരു ആലസ്യവും പുതുതായ ഒരു ആശ്വാസവും. എന്തോ സംഭവിച്ചു. എന്താണത്? കുരുപൊട്ടി. മന്ദഹാസത്തോടെ ദിവ്യമായ സംഗീതം പോലെ സുഹ്റ മന്ത്രിച്ചു. മജീദ് എഴുന്നേറ്റിരുന്നു. അത്ഭുതം! കുരുപൊട്ടിപ്പോയി. ലജ്ജയാൽ കുനിഞ്ഞുപോയ സുഹ്റായുടെ പ്രേമാർദ്രമായ മുഖത്തേക്ക് മജീദ് നോക്കി. ആ പവിഴച്ചുണ്ടുകളുടെ മാധുര്യവും ആ പ്രഥമ ചുംബനങ്ങളുടെ മാദകത്വവും. സുഹ്റ ചുംബിച്ച വലതുകാലടിയുടെ വെള്ളയ്ക്ക് എന്തെന്നില്ലാത്ത കുളിർമ. സുഹ്റായ്ക്ക് അന്നു രാത്രി ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ആകെ ചൂടുപിടിച്ചു. വല്ലാതെ അലിഞ്ഞുപോയി. സുഹ്റായുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശ്യമുണ്ട്. എങ്കിലും അതിന്റെ സാഫല്യത്തെപ്പറ്റി ചിന്തിക്കുവാൻ അവൾക്ക് ഭയം തോന്നി. വല്ലാത്ത അനിശ്ചിതാവസ്ഥയിൽ കൂടി അവളുടെ ദിനരാത്രങ്ങൾ അങ്ങനെ കഴിഞ്ഞുവന്നു. 8. സുഹ്റ മജീദിനെ സ്നേഹിക്കുന്നുണ്ട്. മജീദ് സുഹ്റായെയും. ഈ വിവരം രണ്ടുപേർക്കും അറിയാം. സ്നേഹവലയത്തിന്റെ നടുവിലാണ് മജീദ്. എങ്കിലും ഉജ്ജീവന ചിന്തകളും ഉത്കൃഷ്ട ആദർശങ്ങളുമാണ് മജീദിനെ നയിച്ചിരുന്നത്. അഭിമാനത്തിന്റെ കാതലാണ് മജീദ്. തന്നെപ്പറ്റി തന്നെ വലിയ മതിപ്പാണ്. പിതാവിന്റെ ലോകത്തിലല്ല ജീവിതം. കുടുംബകാര്യത്തെപ്പറ്റി ഒന്നും അറിവില്ല. ബാപ്പായോട് വല്ലതും സംസാരിക്കാൻ തന്നെ മജീദിന് ഭയമാണ്. ബാപ്പ ആരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കാത്ത സ്വേച്ഛാധിപതിയെപ്പോലെ എല്ലാം നടത്തിക്കൊള്ളും. മജീദിന് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഉമ്മായോട് ചോദിച്ചു വാങ്ങിക്കും. ബാപ്പായുടെ ശബ്ദം കേൾക്കുമ്പോൾ മജീദിന്റെ ഹൃദയത്തിൽ നിന്ന് പ്രതിഷേധത്തിന്റെ നിശബ്ദ ഗർജനങ്ങളാണ് ഉയരുക. എന്തിന്റെ പ്രതിഷേധം? മജീദിന് നിശ്ചയമില്ല. ഒരു നല്ല പിതാവല്ലേ അദ്ദേഹം? മജീദിനു വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ? അഗാധമായ സ്നേഹമില്ലേ? പിന്നെ ഒരു പിതാവെന്ന നിലയ്ക്ക് എന്തു കുറ്റം? മജീദിന്റെ ബാപ്പായേക്കാൾ മജീദിനു സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നത് സുഹ്റായുടെ ബാപ്പായെയാണ്. സുഹ്റ അവളുടെ ബാപ്പായെ ഭയപ്പെട്ടിരുന്നില്ല. പിതാവിനെ പറ്റി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയും. മജീദിന്റെ ബാപ്പ മരിച്ചുപോയാൽ മജീദ് കരയുമോ? ഉമ്മ മരിക്കുകയാണെങ്കിൽ തീർച്ചയായും മജീദ് കരയും. ഉമ്മായെ ഭയമില്ല, ബാപ്പായെ ഭയമുള്ളൂ. ഭയത്തോടു കൂടിയ സ്നേഹവുമുണ്ട് ബാപ്പായോട്. എങ്ങനെയായാലും മജീദിന് അവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല. അധിക സമയവും വീടിനു വെളിയിൽ അല്ലെങ്കിൽ സ്വന്തം മുറിയിൽ. അത്തരത്തിൽ കഴിഞ്ഞു വരുമ്പോൾ അതിപ്രധാനമായ ഒരു സംഭവമുണ്ടായി. മജീദ് അന്ന് ടൗൺ സ്കൂളിലെ അവസാനത്തെ ക്ലാസിന്റെ അടിയിലത്തേതിൽ പഠിക്കുകയായിരുന്നു. കൊയ്ത്തും മെതിയും തുടങ്ങിയിരുന്നു. നല്ല ചൂടുള്ള വേനലാണ്. പോരെങ്കിൽ നോമ്പുകാലവും. വെള്ളം പോലും കുടിക്കാതെ, ഉമിനീർ പോലും ഇറക്കാതെ പകൽ മുഴുവനും പട്ടിണി നിൽക്കുന്നത് കൊണ്ട് വെറും നിസ്സാര കാര്യത്തിന് പോലും ബാപ്പ വെറി പിടിച്ച് വഴക്കുകൂടിയിരുന്നു. ഒരു ദിവസം കാലത്തെ ബാപ്പ പാടത്തേക്ക് പോകും മുമ്പ് മജീദിനോട് പറഞ്ഞു, കൊയ്തു മെതിച്ച് ഉണക്കിയിട്ടിരിക്കുന്ന നെല്ല് വള്ളത്തിൽ കൊണ്ടുവരാനുണ്ട്. കൂടെ ആളില്ലെങ്കിൽ വഞ്ചിക്കാർ വഴിക്ക് വാരി നിൽക്കും. നിനക്ക് നൊയമ്പില്ലല്ലോ? ബാപ്പ ഓർമ്മിപ്പിച്ചു. നീ പള്ളിക്കൂടത്തിന്ന് വരുന്ന ഉടനെ പാടത്തു വരണം. വരുവോ? ഇല്ല? മജീദ് പറഞ്ഞു. വന്നേക്കാം. പക്ഷെ മജീദ് പോയില്ല. പതിവ് പോലെ സ്കൂൾ വിട്ടു വന്ന ഉടനെ കളിക്കാൻ പോയി. സന്ധ്യയ്ക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ബാപ്പായെ കാണാതിരുന്നപ്പോഴാണ് മജീദിന് ഓർമ്മയുണ്ടായത്. കുറെ അധികം ഇരുട്ടിയപ്പോൾ ബാപ്പ വന്നു. മജീദിനെ കണ്ടപ്പോഴേ ബാപ്പ അലറി. ഭയങ്കര ദേഷ്യത്തോടെ മജീദിന്റെ കരണത്തട്ടേ എന്ന് ഒരടി കൊടുത്തു. മജീദ് നിന്നു കറങ്ങി. തലയ്ക്കുള്ളിൽ മിന്നാമിന്നുകൾ പറന്നു. വീണ്ടും വീണ്ടും ബാപ്പ തള്ളി. ഒന്നെങ്കിൽ നീ നന്നാകണം, അല്ലെങ്കിൽ ചാകണം. മനസ്സിലായോ? ഇല്ല? അടിയുടെയും മറ്റും ശബ്ദം കേട്ട് ഉമ്മ ഓടി വന്ന മജീദിനെ കെട്ടിപ്പിടിച്ചു. ഇനി ഒന്ന് നിർത്ത്. അറിയാൻ മാത്രം തല്ലിയില്ലേ? പോടി അപ്പുറത്ത്! ബാപ്പ അലറി. അവളു കേട്ടില്ല. എന്നിട്ട് ഉമ്മായെയും തല്ലി. കരഞ്ഞുകൊണ്ട് ഓടിയെത്തിയ സഹോദരികളെയും തല്ലി. കതകുകൾ അടിച്ചു പൊളിച്ചു. പാത്രങ്ങൾ എറിഞ്ഞുടച്ചു. ഇതിന്റെയൊക്കെ ഇടയിൽ മജീദ് സ്തബ്ധനായി നിൽക്കുകയായിരുന്നു. പോടാ പോ! നീ രാജ്യമൊക്കെ ചുറ്റി ഒന്ന് പഠിച്ചിട്ട് വാ. മനസ്സിലായോ? ഇല്ല? ബാപ്പ അലറിക്കൊണ്ട് മജീദിന്റെ പിടലിക്ക് പിടിച്ച മുറ്റത്തേക്കു തള്ളി.
മജീദ് കമിഴ്ന്നടിച്ചു വീണു. ചുണ്ടുപൊട്ടി ചോര ഒലിച്ചു. മജീദ് എഴുന്നേറ്റപ്പോൾ വീണ്ടും ആട്ടി. പോ! ആ ശബ്ദം ലോകത്തിന്റെ അറ്റം വരെ മജീദിനെ ഓടിക്കുവാൻ പര്യാപ്തമായതായിരുന്നു. മജീദ് അവിടെ നിന്ന് പോയി. ഇരുട്ടത്ത് പടിക്കൽ ചെന്നിരുന്നു. കരയുവാൻ കഴിഞ്ഞില്ല. തുള്ളി കണ്ണുനീര് പോലുമില്ല. ഉഗ്രമായ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റാണ് ഹൃദയത്തിൽ. നല്ല വാക്കു പറയുന്നതിനോ ആശ്വസിപ്പിക്കുന്നതിനോ ആരും ചെന്നില്ല. വീട്ടിൽ വല്ലാത്ത നിശബ്ദത. ശരരാന്തൽ കഠിനോജ്വലതയോടെ നിന്ന് പ്രകാശിക്കുന്നുണ്ട്. എങ്കിലും മരിച്ച വീടുപോലെ അനക്കമില്ല. വിശാലമായ ലോകത്തിൽ തനിച്ച്. വീടും നാടും ഉപേക്ഷിച്ചു പോകാൻ മജീദ് തീരുമാനിച്ചു. പക്ഷെ എങ്ങോട്ട് പോകും? കയ്യിൽ പണമില്ല, വെറും തടി. എങ്കിലും ജീവിക്കും. ഒരു യുവാവാണ്. മജീദ് പോയി. അതിനു മുമ്പ് സുഹ്റായുടെ സമീപത്തേക്ക് നടന്നു. പതിവായി ഇരിക്കാറുള്ള മാവിൻ ചുവട്ടിൽ ഇരുളിന്റെ ഏകാന്തതയിൽ നിന്നു. ദൂരത്തായി സുഹ്റായുടെ മനോഹര ശബ്ദം മുഴങ്ങി. മണ്ണെണ്ണ വിളക്കിന് മുമ്പിൽ ഇരുന്ന് അവൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഇടയ്ക്ക് അവൾ മുഖമുയർത്തി മാവ് നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. എന്തോ കേൾക്കാനെന്ന പോലെ കണ്ണുകൾ നിശ്ചലങ്ങളായി. തങ്കം പോലുള്ള കവിൾത്തടങ്ങൾ പ്രകാശിച്ചു. ചോര തൊട്ടെടുക്കാവുന്ന ചുണ്ടുകൾ വിടർന്നു. കുറേ സമയം അങ്ങനെ ഇരുന്നിട്ട് സുഹ്റ വീണ്ടും വായന തുടർന്നു. സുഹ്റാ! മജീദ് വിളിച്ചു. ചുണ്ടു കൂട്ടിയാണ്. ഹൃദയത്തിൽ ഉറച്ചു വിളിക്കണമെന്ന് തോന്നി. ഒടുവിലത്തെ യാത്ര പറയാം. വേണ്ട. മജീദ് നടന്നു. ഒരു ഭ്രാന്തനെ പോലെ. ഗ്രാമം പിന്നിട്ട് പട്ടണം കടന്ന് കാടും മലകളും നഗരങ്ങളും പിന്നിട്ട് മജീദ് പോയി. 7 or 10 കൊല്ലക്കാലം സഞ്ചരിച്ചു. സുദീർഘങ്ങളായ വർഷങ്ങൾ. അതിനിടയിൽ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചുവെന്നോ സുഹ്റായുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നുവെന്നോ ഒന്നും മജീദ് അറിഞ്ഞില്ല. കത്തുകൾ ഒന്നും അയച്ചില്ല. ഒന്നും അറിയേണ്ട എന്നു കരുതിയല്ല, അയച്ചില്ല എന്നു മാത്രം. വീട്ടിൽ നിന്ന് ആളന്വേഷിച്ചു ചെന്നാലോ? മജീദ് സഞ്ചരിച്ചു. പല നിലയിലും. നടന്നും വാഹനങ്ങളിലും യാചകന്മാരുടെ കൂടെയും ഗോസായികളുടെ സഖാവായും സന്യാസികളുടെ ശിഷ്യനായും ഹോട്ടൽ വേലക്കാരനായും ഓഫീസ് ക്ലർക്കായും രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂടെയും കുബേരന്റെ അതിഥിയായും അങ്ങനെ പല നിലയിലും ജീവിച്ചു. പല മതക്കാരുമായി പരിചയപ്പെട്ടു. മജീദിന് പണം സമ്പാദിക്കണമെന്ന് മോഹമില്ലായിരുന്നു. ആ സൗകര്യങ്ങൾ ഒന്നും ഉപയോഗപ്പെടുത്തിയില്ല. കാണുക, അറിയുക, ഇതായിരുന്നു ലക്ഷ്യം. മജീദ് കണ്ടു. കൊച്ചുഗ്രാമങ്ങളും വൻനഗരങ്ങളും കുഞ്ഞരുവികളും വൻനദികളും ചെറുകുന്നുകളും മഹാപർവ്വത പങ്ക്തികളും പൊടിമണ്ണു നിറഞ്ഞ കർഷക ഭൂമികളും വെൺമണൽത്തരികളുടെ മഹാലോകമായ മണലാരണ്യങ്ങളും. അങ്ങനെ 1000 മൈൽ ദൂരെ മജീദ് പോയി. എന്തു കാണാൻ, എന്തു കേൾക്കാൻ? മനുഷ്യർ എവിടെയും ഒരുപോലെ. ഭാഷയ്ക്കും വേഷത്തിനും മാത്രം വ്യത്യാസം. എല്ലാം സ്ത്രീ പുരുഷന്മാർ. ജനിച്ച് വളർന്ന് ഇണചേർന്നു പെരുപ്പിക്കുന്നു. പിന്നെ മരണം, അത്ര തന്നെ. ജനന മരണങ്ങളുടെ ഇടയിലുള്ള കഠിന യാതന എവിടെയുമുണ്ട്. മരണത്തോടെ എല്ലാം കഴിയുമോ? അങ്ങനെ വിഷാദാത്മകനായി മജീദ് നാട്ടിലേക്ക് തിരിച്ചു. എന്തിന്? സുഹ്റായെ വിവാഹം ചെയ്ത് അടങ്ങിയൊതുങ്ങി വല്ലയിടത്തും ജീവിതകാലം കഴിച്ചുകൂട്ടാൻ. പക്ഷേ നാട്ടിൽ സ്തംഭിപ്പിച്ച മാറ്റങ്ങളാണ് മജീദിനെ അഭിമുഖീകരിച്ചത്. കച്ചവടത്തിൽ അടിക്കടി ഉണ്ടായ നഷ്ടത്താലോ, നാട്ടിൽ ഒരു പാലമുണ്ടാക്കാൻ ഗവൺമെന്റിലേക്കുള്ള ഒരു ഹർജിയാണെന്ന് പറഞ്ഞ് വമ്പിച്ച ഒരു തുക പറ്റിയതായുള്ള ഒരാളുടെ പ്രമാണത്തിൽ ഒപ്പിട്ടുകൊടുത്തതിനാലോ എന്തോ ബാപ്പായുടെ സ്വത്തെല്ലാം കടത്തിൽ പോയി. കിടപ്പാടവും കൂടി പണയത്തിൽ. മാതാപിതാക്കൾ തീരെ വൃദ്ധരായി തീർന്നിരിക്കുന്നു. സഹോദരികൾ രണ്ടും വളർന്നു വിവാഹത്തിന് പ്രായം കഴിഞ്ഞു. എല്ലാറ്റിനും ഉപരിയായി സുഹ്റ വിവാഹിതയായി കഴിഞ്ഞിരിക്കുന്നു. മജീദ് നാട്ടിലെത്തുന്നതിന് 1 കൊല്ലം മുമ്പാണിത്. പട്ടണത്തിൽ എവിടെയോ ഉള്ള ഒരു കശാപ്പുകാരനാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. സുഹ്റ മജീദിനു വേണ്ടി കാത്തിരുന്നില്ല. സ്വാർത്ഥപരിപൂരിതമാണു ജീവിതം, മജീദ് തീരുമാനിച്ചു. ഏതായാലും നാട്ടുകാരൊക്കെ മജീദിനെ കാണാൻ ചെന്നു. 4-5 പേർ ചുമന്നുകൊണ്ടു ചെന്ന പെട്ടികളും കിടക്കയും മറ്റും കണ്ട് ആളുകളൊക്കെ വിചാരിച്ചു മജീദിന്റെ പക്കൽ ധാരാളം പണമുണ്ടായിരിക്കും. ഉണ്ടായിരുന്നതോ കുറേ അധികം പുസ്തകങ്ങളും 10 രൂപയും. മജീദിന് ആയിടെ വലിയ സ്വീകരണങ്ങളായിരുന്നു. ഓരോ വീട്ടിലും ദിവസവും 2-3 തവണ അതിഥിയായി പോകണം. വയറു നിറയെ ആഹാരം കഴിച്ചതാണെങ്കിലും നിർബന്ധിച്ച് ഊട്ടും.
എന്നാൽ ഒരു ദിവസം കൊണ്ട് സത്യം എല്ലാവരും അറിഞ്ഞു. ദാരിദ്ര്യത്തിൽ ആണ്ടുപോയ ആ കുടുംബത്തിലെ ഒരു ദരിദ്ര അംഗം മാത്രമാണ് മജീദ്. വെറും പാപ്പർ. അവൻ എന്തിനു വരാൻ പോയി? അതായി നാട്ടുകാരുടെ ചോദ്യം. ഒരുപാട് കൊല്ലം കഴിഞ്ഞു വന്നിരിക്കുന്നു വെറും കൈയോടെ. നിന്ദാവഹങ്ങളായ നോട്ടങ്ങളും പരിഹാസവചനങ്ങളും മജീദിന് ലഭിച്ചു തുടങ്ങി. തന്മൂലം വെളിയിൽ ഇറങ്ങാതായി. വീട്ടിൽ പണ്ടത്തെ മുറിയിൽ തന്നെ എപ്പോഴും. ആ മുറിക്കു വളരെ ചരിത്രങ്ങളില്ലേ? വിദ്യാഭ്യാസ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണത്. മജീദിന്റെ മാർക്ക കല്യാണം കഴിച്ചതും അതിൽ വെച്ച്. വിഷക്കല്ല് കാച്ചിക്കിടന്നതും അതിൽ തന്നെ. അതിൽ പഴയ ചാരുകസേരയിട്ട് വെളിയിലേക്ക് നോക്കി മജീദ് കിടക്കും. വീട്ടിൽ നേരാവണ്ണം ആഹാരം കഴിക്കാനില്ല. മജീദിന്റെ സഹോദരികൾ തൊണ്ടുതള്ളിപ്പിരിക്കുന്ന കയറ് ബാപ്പ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റു വല്ലതുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും. ഉഗ്രപ്രതാപിയായ ബാപ്പ. മജീദിന്റെ ഉള്ളം കരഞ്ഞു. പ്രിയപ്പെട്ട ബാപ്പ. ബാപ്പ കൊണ്ടുവരുന്നതിൽ നിന്ന് അധിക പങ്കും ഉമ്മ മജീദിന് കൊടുക്കും. എന്നിട്ട് കാരുണ്യത്തോടെ പറയും, വന്നതിലും എന്റെ മോൻ ചടച്ചുപോയി. നിന്നെ എങ്ങനെ വളർത്തിയതാന്നോ? നിനക്ക് നിറം പോരാഞ്ഞിട്ട് പാലിൽ പൊന്നും വയമ്പും അരച്ചു ചേർത്ത് ഒത്തിരി നിന്നെ കുടിപ്പിച്ചിട്ടുണ്ട് മോനെ. നിരുന്മേഷനായി മജീദ് അങ്ങനെ ഇരിക്കും. എന്താണ് ചെയ്യേണ്ടത്? കയ്യിൽ കാശില്ല, കിട്ടാൻ മാർഗവുമില്ല, സഹായിക്കാൻ ആളുമില്ല. മജീദ് നാൾക്കുനാൾ ക്ഷീണിച്ചു വന്നു. മനസ്സിനെ വ്യാപരിപ്പിക്കുവാൻ മറ്റു പണികളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് വീണ്ടും ഒരു തോട്ടം നിർമ്മിച്ചു. ഇക്കുറി തനിച്ച്. മുറ്റത്തിനു മുമ്പിൽ ചതുരത്തിൽ വെള്ളമണൽ വിരിച്ചു. 4 അതിരുകളിലും ചെടികൾ നട്ടുപിടിപ്പിച്ചു. സുഹ്റായുടെ കൈകൊണ്ടുവച്ച ചെമ്പരത്തിയായിരുന്നു ഒരു വശത്തെ അതിര്. അത് ഒരു മരമായി വളർന്നിരുന്നു. മജീദ് വന്നപ്പോൾ അതിൽ പൂക്കളുണ്ടായിരുന്നു. പച്ചിലക്കാടുകളിൽ ചോര പൊട്ടിച്ചിതറി നിൽക്കുന്നത് പോലെ ഒരിക്കലും ഒഴിയാത്ത കടും ചെമപ്പായ പൂക്കൾ. അതിന്റെ ചുവട്ടിൽ ചാരുകസാരയിട്ട് അതിൽ കിടന്നു വായനയാണ്. പക്ഷെ ഒന്നും വായിച്ചിരുന്നില്ല. പുസ്തകം തുറന്നു മടിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ കിടക്കും. നിനക്കെന്താ മോനെ വിചാരം? ഉമ്മ തിരക്കും. മജീദ് പതുക്കെ പറയും, ഒന്നുമില്ല. ഉമ്മായും ചിന്തയിൽ മുഴുകും. എന്നിട്ട് തന്നെത്താൻ പറയും, എല്ലാം റബ്ബിന്റെ വിധി. മജീദിന്റെ തൃപ്തിക്കു വേണ്ടി മജീദിന്റെ അരുമയായ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന കാര്യത്തിൽ മത്സരിച്ച് സഹോദരികൾ 2 പേരും തമ്മിൽ വഴക്കിടും. ഒടുവിൽ 2 പേരും ഒരുമിച്ച് മജീദിന്റെ അടുത്തു ചെന്ന് പറയും, ഇക്കാക്ക, ഇന്ന് ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചത് ഞാനാ. മജീദ് സമാധാനിപ്പിക്കും. ചെടികളിൽ ഉണ്ടാകുന്ന പൂക്കൾ നിങ്ങൾ 2 പേരും സമം എടുത്തോളൂ. അമന്റെ ഉമ്മാടെ ഷെടി, ബാപ്പ പറയും. എന്റെ മുതലൊക്കെ നശിപ്പിച്ച അമനെ ഞാൻ പഠിപ്പിച്ച്. എന്നിട്ട് അവൻ രാജ്യങ്ങളൊക്കെ ചുറ്റി ഒരുപാട് കൊല്ലം കഴിഞ്ഞു വന്നിരിക്കുന്നു വെറും കൈയോടെ. അവന്റെ ചെടി ഒരു സമ്പാദ്യം. ഈ വയസ്സുകാലത്ത് എനിക്ക് സുഖിക്കാൻ ഒരു തോട്ടം. ഒക്കെ ഞാൻ വെട്ടിപ്പറിച്ച് കളയും. ഞാൻ പറഞ്ഞത് കേട്ടോടി? ഇല്ല? ഉമ്മ പറയും. എന്നാലും മുറ്റൊക്കെ വെടിപ്പാക്കി കിട്ടിയല്ലോ. ബാപ്പ ഉണക്കവെറ്റിലയിൽ ചുണ്ണാമ്പ് പൊടിച്ചിട്ട് കൊണ്ട് ചോദിക്കും, കേട്ടില്ലേടി ഞാൻ പറഞ്ഞത്? ഇല്ല? എന്താ വല്ലയിടത്തുനിന്നും ഇത്തിരി പുകലഞ്ഞിട്ട് മേടീര്. ഉമ്മ ഒരു പഴംതുണിയും തലയിലിട്ട് കീറി മുഷിഞ്ഞ കുപ്പായത്തോടെ അയൽപ്പക്കങ്ങളിലേക്ക് പുകയിലഞ്ഞിട്ടിനു പോകും. ബാപ്പായും ഉമ്മായും, സഹോദരികൾ, സുഹ്റ. ഓർമ്മകൾ മേഘങ്ങൾ പോലെ ഹൃദയാകാശത്തിലൂടെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ദാരിദ്ര്യം ഭയങ്കര വ്യാധിയാണ്. അതു ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ ശരീരവും ഹൃദയവും ആത്മാവും നശിച്ച നാനാജാതികളിലായി ലക്ഷോപലക്ഷം സ്ത്രീ പുരുഷന്മാർ. ആ ചിത്രങ്ങൾ മജീദിന്റെ മനസ്സിൽ വന്നു നിറയും. വൈരൂപ്യമേറിയ ജുഗുപ്സാവഹങ്ങളായ ആ ചിത്രങ്ങളെ മാത്രം ഓർക്കുന്നത് എന്തുകൊണ്ട്? ജീവിതം പ്രകാശമുള്ള സൗന്ദര്യം തന്നെ. എങ്കിലും അതിന്റെ മുഖത്തു പറ്റിയിരിക്കുന്ന ചേറും ചെളിയും വിസ്മരിക്കുവാൻ കഴിയുന്നില്ല. ജീവിതത്തിലെ വൈരൂപ്യങ്ങൾ, ജീവിതത്തിലെ അവശതകൾ. ശാന്തസുന്ദരമായ ജീവിതം ഉണ്ടോ? ഉണ്ണാനില്ലാത്തവർ, ഉടുക്കാനില്ലാത്തവർ, കിടപ്പാടം ഇല്ലാത്തവർ, അംഗഭംഗം വന്നവർ, അങ്ങനെ ഹതാശരുടെ അനന്തമായ ഘോഷയാത്ര രാവും പകലും കാണും. ഒക്കെ വിസ്മരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എങ്ങനെ മറക്കുവാൻ കഴിയും? തല എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കും. ഹൃദയം എപ്പോഴും വിങ്ങിക്കൊണ്ടിരിക്കും. സുഹ്റായെപ്പറ്റി ഓർക്കുമ്പോൾ കണ്ണുനീർ പൊടിയും. അവളെ ഒന്ന് കാണണമെന്നുണ്ട്.
പക്ഷെ മറ്റൊരുവന്റെ ഭാര്യ. എന്നാൽ ദൂരെ വെച്ചെങ്കിലും ഒന്ന് കാണണം. പരിഭവം പറയുവാനല്ല, മുള്ളുവാക്ക് ഓതുവാനല്ല, വെറുതെ ഒന്ന് കാണുവാൻ, ആ ശബ്ദം ഒന്ന് കേൾക്കുവാൻ. അവൾ മജീദിനെ മറന്നുകളഞ്ഞു. പക്ഷെ മജീദിന് അവളെ മറക്കുവാൻ കഴിയുമോ? വളരെ മാമ്പഴം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചിട്ടുള്ള ആ മാവിൻ ചുവട്ടിൽ രാത്രിയുടെ ഏകാന്തതയിൽ മജീദ് ചെന്ന് ഇരിക്കും. ആരെയും പ്രതീക്ഷിച്ചല്ല, പ്രതീക്ഷിക്കുവാൻ ആരുണ്ട്? മജീദ് വിചാരിച്ചു. ഞാൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും സുഹ്റ വരികയില്ല. അവൾ എന്തിനു വരുന്നു? ആരെ കാണാൻ? മജീദിന്റെ അടുത്ത് ഉമ്മ വന്ന് മിണ്ടാതെ ഇരിക്കും. ഉമ്മ, ബാപ്പ, സഹോദരികൾ, ഇവർക്ക് നേരാംവണ്ണം ആഹാരം കൊടുക്കാൻ എന്തു വഴി? ബാപ്പ ദേഷ്യപ്പെടുന്നത് വെറുതെയല്ലല്ലോ. പ്രായമായ മകൻ എന്തു ചെയ്യും? എന്തൊരു ജീവിതം! സുഹ്റ, പ്രിയപ്പെട്ട സുഹ്റ, നീ വരുമോ?